ഹായ് ഓൾ. ഒരു മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂം ബ്രാൻഡാണ് ലത്താഫ. അഫോർഡബിൾ ആയിട്ടുള്ള ക്ലോൺസ് ആണ് അവർ കൂടുതൽ ഇറക്കാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പെർഫ്യൂം ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടിയ ഒരു ക്ലോൺ ബ്രാൻഡ് ലത്താഫയാണ്. അതിൽ ഏകദേശം 12ഓളം പെർഫ്യൂംസ് അവരുടെ തന്നെ ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ഒന്നുമല്ല, പകരം എൻ്റെ കയ്യിലുള്ള ലത്താഫ പെർഫ്യൂംസ് ഒക്കെ തന്നെ ഒന്ന് റാങ്ക് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ 12 പെർഫ്യൂംസിനെ റാങ്ക് ചെയ്യാം. സോ let us get to our review. Welcome to Sufi Fragrance. ഹായ് ഓൾ, ഐ എം സുഫിയാൻ. അപ്പോൾ ഈ ഒരു റാങ്കിങ് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് വെച്ചിട്ടാണ്, എനിക്കിഷ്ടമുള്ള തരത്തിലാണ് ഞാൻ ഈ പെർഫ്യൂംസിനെ റാങ്ക് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ മെയ്സൺ അൽഹാംബ്ര, അതായത് ലത്താഫയുടെ തന്നെ ഒരു സൈഡ് ബ്രാൻഡാണ്, അതിൻ്റെ പെർഫ്യൂംസ് ഒന്നും ഞാൻ അതിൽ ആഡ് ചെയ്തില്ല. അത് വേറെ ഒന്ന് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ അതും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു 11 പെർഫ്യൂംസിനെ നമുക്ക് റാങ്ക് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പ്ലേസ് ലത്താഫയുടെ വെൽവെറ്റ് ഊദ്. ഇത് കണ്ടാൽ അറിയാൻ ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിന് മേലെ എന്തായാലും ആയിട്ടുണ്ട് ഈ ബോട്ടിൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു അൺബോക്സിങ് വീഡിയോസ് ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും. ഈ ഒരു പെർഫ്യൂം ഇങ്ങനെ റാങ്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല ഒരു അടിപൊളി അനിമാലിക് ലെതർ സെൻ്റാണ്. ഈ ഒരു ടോം ഫോർഡ് ഓംബ്രെ ലെതർ, ടസ്കൻ ലെതർ, ആ ഒരു DNA വരുന്ന പെർഫ്യൂമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു പെർഫ്യൂമിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു വിയേർഡായിട്ടുള്ളൊരു ഫ്രൂട്ടീനെസ്സോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്. പിന്നെ ഈ ഒരു അനിമാലിക് ലെതറൊക്കെ പുറത്തോട്ട് വരും. പക്ഷെ ഇത് എയറിലൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ, എയറിലൊക്കെ സ്മെല്ല് ചെയ്യുമ്പോൾ, എൻ്റെ ഫ്രണ്ട്സൊക്കെ വെയർ ചെയ്ത സമയത്ത് എനിക്ക് ഒരു ഓൾഡ് മാൻ സെൻ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓംബ്രെ ലെതറൊക്കെ ശരിയാണ്, ഭയങ്കര ക്ലാസി ആയിട്ടുള്ളൊരു സെൻ്റ് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു പെർഫ്യൂം അതിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഇതിലെന്തോ ഒരു ഓൾഡ് മാൻ ക്യാരക്ടർ കിടപ്പുണ്ട്. അപ്പോൾ ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർ വെയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫ്യൂമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. വെറും ലെതർ പെർഫ്യൂംസിലേക്ക് ഞാനിപ്പോൾ റീച്ച് ചെയ്യുന്ന വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടിങ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സും കൂടെ ഉണ്ടെങ്കിൽ അത് വെയർ ചെയ്യാൻ രസമുണ്ടാവും. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു പെർഫ്യൂമിൽ ഞാൻ അത്ര തന്നെ റീച്ച് ചെയ്യാറില്ല. പെർഫോമൻസ് എനിക്ക് അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട്, നല്ല ലോഞ്ചിവിറ്റി ഉണ്ട്. ഒരു 7+ hours ഒക്കെ ക്ലോത്ത്സിൽ കൂളായിട്ട് ഈ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു 1.5 hour എന്ത് തന്നെയാലും പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു അത്യാവശ്യം പ്രായമായിട്ടുള്ള ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് ഇതിനുണ്ടാവും. പുതിയ ബോട്ടിലുകൾ ചിലപ്പം പെർഫോമൻസിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ കാണാം നിങ്ങൾക്ക്. എന്നിരുന്നാലും ഇത് നല്ലപോലെ ലാസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഈ ഒരു പെർഫ്യൂം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ 11th പ്ലേസിൽ വെച്ചിരിക്കുന്നു. 10th പ്ലേസിൽ വരുന്ന പെർഫ്യൂമാണ് ലത്താഫയുടെ തമീൻ കളക്ഷനിലുള്ള ഷമോക്ക്. ഇതിന് 30 ml അറൗണ്ട് 800 രൂപയാണ് ഞാൻ മേടിച്ച സമയത്തുണ്ടായിരുന്നത്. ഇതൊരു എവറിഡേ സെൻ്റായിട്ട് ഈ കോളേജ് സ്റ്റുഡൻസ് അങ്ങനത്തെ ആൾക്കാർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. എന്നിരുന്നാലും പെർഫോമൻസ് ഒരു ആവറേജ് ടു ബിലോ ആവറേജ് ആണ് പലപ്പോഴും കിട്ടാറുള്ളത്. ഒരു 4 to 5 hours മാക്സിമം ലോഞ്ചിവിറ്റി ഒക്കെ. നിങ്ങൾ സ്പ്രേ ചെയ്ത ഉടനെ ഒരു എന്താ പറയുക, ഈ ഒരു ബബിൾ ഗമ്മി അല്ലെങ്കിൽ ഒരു കുക്കുംബർ ലൈക്ക് ഷവർ ജെല്ലിൻ്റെ ഒക്കെ സ്മെല്ലുള്ള പെർഫ്യൂമാണ്. അതിലേക്ക് പെട്ടെന്ന് തന്നെ അരോമാറ്റിക് നോട്ട്സ് ആയിട്ടുള്ള സേജിൻ്റെയും ലാവൻഡറിൻ്റെയൊക്കെ ഫീൽ ഒന്ന് കിട്ടും. ഇത്തിരി ബേസിലോട്ട് ഇത്തിരി വുഡി അക്കോർഡ്സ് ഒക്കെയാണ് ഈ പെർഫ്യൂമിൽ വരുന്നത്. നിങ്ങൾക്ക് എവറിഡേ സെൻ്റായിട്ട് യൂസ് ചെയ്യാം. എന്നാലും ലോഞ്ചിവിറ്റി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ലേശം ഷോക്കാണ്. അപ്പോൾ അതുകൊണ്ട് 30 ml അറൗണ്ട് 800 rupees വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 10th പ്ലേസിലേക്ക് ഇതിനെ വെച്ചിരിക്കുന്നത്. കാരണം ഒരു 300-400 ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ള ഒരു 50 ml ചിലപ്പോൾ ഒക്കെ 100 ml വരെ നിങ്ങൾക്ക് ലത്താഫയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 10th പ്ലേസിൽ ലത്താഫയുടെ ഷമോക്ക്. 9th പ്ലേസിൽ വരുന്നത് റം സിൽവർ എന്ന പെർഫ്യൂമാണ്. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മേലെ കൂടെ കാണിക്കും. അത് നമ്മുടെ അൾട്രാമെയിലിൻ്റെ ഒരു ക്ലോണാണ്. ബജറ്റ് റേഞ്ചിൽ ഒരു 1500 രൂപയുടെ താഴെ അൾട്രാമെയിലിൻ്റെ ക്ലോൺസ് തപ്പി നടക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണിത്. എന്നാലും അത്ര തന്നെ ഒരു നാച്ചുറൽ ഫീൽ ഇതിലില്ല. തിരിയുടെ ഒരു സിന്തറ്റിക് ആണ്. 9 PM അത്ര തന്നെ ആ ഒരു ഫ്രൂട്ടിനെസ് ഒന്നും ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും വളരെ ക്ലോസ് ആയിട്ട് തന്നെയാണ് സ്മെല്ലിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. ഞാൻ മുന്നേ അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ബോട്ടിൽസ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നിരുന്നാലും നമുക്കൊരു 4 to 5 hours എന്തായാലും ലോഞ്ചിവിറ്റി കിട്ടും. ആദ്യത്തെ ഒരു 1.5 hour വരെ കുഴപ്പമില്ലാതെ പ്രൊജക്റ്റും ചെയ്തോളും. ചിലപ്പോൾ ഒന്ന് ഓവർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രൈസിൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണത്. കാരണം 1300, 1400, ഏറ്റവും മാക്സിമം 1400 രൂപയൊക്കെ ആയിരുന്നു ആദ്യം 100 ml അതിൻ്റെ പ്രൈസ് വന്നിരുന്നത്. അതേ സമയത്ത് 9 PM നിങ്ങൾക്കറിയാം 3000 അല്ലെങ്കിൽ 2700 ആ റേഞ്ചിലേക്കൊക്കെയാണ് പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാർട്ടി ക്ലബ്ബ് അങ്ങനത്തെ പരിപാടികൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാം. കോളേജിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം. പക്ഷേ ഡേ ടൈമിൽ ഭയങ്കര ചൂടുള്ള സമയത്ത് ഞാനത് പ്രിഫർ ചെയ്യില്ല. ഒന്നുകൂടെ ഒന്ന് കൂളായിട്ട് നിൽക്കുമ്പോഴാണ് രസമായി എൻജോയ് ചെയ്യാൻ. എന്നാലും നൈസായിട്ടുള്ളൊരു പെർഫ്യൂമാണ്.
ലത്താഫയുടെ റംസ് സിൽവർ. 8ാം സ്ഥാനത്ത് വരുന്ന പെർഫ്യൂമാണ് ഹയാത്തി സീരീസിലെ ഹയാത്തി ഗോൾഡ് എലിക്സർ. ഒരു സ്വീറ്റ് സെൻ്റാണ്. നിങ്ങൾ സ്പ്രേ ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് മുസംബി അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ബുർത്തുക്കാൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ തരത്തിലുള്ളൊരു സ്വീറ്റ് സിട്രസി സ്മെല്ല് വരും. അതിൻ്റെ പിറകിലേക്ക് ഇത്തിരി ലെതർ നോട്ട്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലേക്കുള്ള ലിങ്ക് നിങ്ങൾക്ക് കണ്ടു നോക്കാം. എബോ ആവറേജ് കുഴപ്പമില്ലാത്ത പെർഫോമൻസ്, ഒരു 5 to 6 hours വരെയൊക്കെ മാക്സിമം ലാസ്റ്റ് ചെയ്യും. തണുപ്പുള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു പെർഫ്യൂമാണ്. അപ്പോൾ അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള ഈ ഒരു സിട്രസി സെൻറ്റുകൾ അതൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് പാർട്ടി ഫങ്ഷൻസ് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പിള്ളേർക്ക് നൈറ്റ് ടൈം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. 1400 രൂപ മാക്സ് 1500 രൂപ ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ 100 ml. അപ്പോഴും ഇതൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം IOP അങ്ങനത്തെ ബ്രാൻഡുകൾ നമ്മളെ നാട്ടിലുള്ള പല ബ്രാൻഡ്സൊന്നും നിങ്ങൾ മേക്ക് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിലും 50 ml 1200 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് 100 ml 1400 1500 രൂപ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സ്വീറ്റ് ആയിട്ടുള്ള സെൻറ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ഫുൾ റിവ്യൂയിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 7th പ്ലേസിൽ വരുന്ന പെർഫ്യൂമാണ് ഖൈദ്. നിങ്ങൾക്ക് നല്ല സ്പൈസി സെൻറ്റുകൾ, സ്പൈസി എന്ന് പറയുമ്പോൾ ഭയങ്കര എരിവുള്ള തരത്തിലുള്ള സ്പൈസിനെസ് അല്ല, നിങ്ങൾക്ക് എന്താ പറയുക സിന്നമൺ, കാടമം അങ്ങനത്തെ സെൻറ്റുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണിത്. മെയിൻലി സിന്നമൺ ആണ്. അതിൻ്റെ ഓപ്പണിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാടമം സിന്നമൺ കോമ്പിനേഷൻ കിട്ടും. എന്നിരുന്നാലും ഈ ഒരു പട്ടയുടെ സെൻറ്റ് അതിൻ്റെ സ്മെല്ലാണ് കൂടുതൽ സമയം നമുക്ക് ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങൾ കറുവപ്പട്ട എടുത്ത് അടുപ്പിച്ച് വെച്ച് മണപ്പിച്ച് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടുള്ളൊരു പുകച്ചിൽ ഫീൽ, ഒരു മെന്തോൾ ലൈക്ക് ക്യാരക്ടർ ഉണ്ടാവും. അതേ സാധനം ഈ ഒരു പെർഫ്യൂമിലുണ്ട്. പിന്നെ ബേസിലോട്ടൊരു വുഡി ആംബറി ചെറുതായിട്ടുള്ളൊരു സ്വേഡ് ടച്ചൊക്കെ ഉള്ള പെർഫ്യൂമായിട്ട് ഇത് മാറും. എന്നിരുന്നാലും ഈ ഒരു സിനമൺ ത്രൂ ആൻഡ് ത്രൂ എന്ന് പറയും പോലെ തന്നെ കുറേ നേരത്തേക്ക് ഇത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ സെൻറ്റുകൾ ഈ ഒരു ടൈപ്പ് ഓഫ് മെച്ചോർ സെൻറ്റ് പ്രൊഫൈൽ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. നല്ല ബ്ലെൻഡാണ്. ചിലപ്പം ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഒത്തിരി കൂടെ ആൽക്കഹോൾ ബ്ലാസ്റ്റ് കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു വർഷത്തിൻ്റെ മേലേക്ക് ഇത് ഇരുന്നുകൊണ്ട് ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും പെർഫോമൻസ് ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല. ഒരു 5-6 hours ഒക്കെ ക്ലോത്ത്സിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ ബോട്ടിലുകൾ ചിലപ്പം കുറച്ചുകൂടെ ഒന്ന് ഇരിക്കേണ്ടി വരും സെറ്റായി വരണമെങ്കിൽ. ഒന്നുകൂടെ മെച്ചറായിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു പെർഫ്യൂം പ്രിഫർ ചെയ്യാൻ തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യാം. 6th പ്ലേസിൽ വരുന്ന പെർഫ്യൂമാണ് അമീർ അൽ ഊദ് ഇൻറ്റൻസ് ഊദ്. ഇത് മെയ്സൺ മാർജിയലയുടെ റെപ്ലിക്ക ബൈ ദ ഫയർ പ്ലേസ് എന്ന പെർഫ്യൂമിൻ്റെ ഒരു ക്ലോണാണ്. ഞാൻ വാങ്ങിച്ച സമയത്ത് എനിക്ക് 1200 രൂപയുടെ റേഞ്ചിലൊക്കെ പ്രൈസ് വന്നുള്ളൂ ഈ ഒരു 100 ml. അപ്പോൾ നിങ്ങളൊരു ഫയർ പ്ലേസിന് നല്ല തണുപ്പുള്ള സമയത്തൊരു തീയൊക്കെ കാഞ്ഞിരിക്കുന്ന ആ ഒരു വൈബ് വരുന്നൊരു സെൻറ്റാണ്. ഭയങ്കര അനിമാലിക്കൊന്നും അല്ലാത്തൊരു ഊതിന് വനില നമ്മൾ ഷുഗറൊക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്മോക്കി സ്വീറ്റ് സ്മെല്ലൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത പോലുള്ളൊരു സെൻറ്റാണ് ഈ പെർഫ്യൂമിനുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ഷനും ആദ്യത്തെ 1.5-2 hours കിട്ടുന്നുണ്ടായി. പക്ഷേ പുതിയ ബാച്ചുകൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പുതിയ ബാച്ചുകൾ വാങ്ങിച്ച 1-2 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്ര തന്നെ പെർഫോം ചെയ്യുന്നില്ല. ഇതിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഡാർക്കാണ്. പുതിയ ബോട്ടിലുകൾ നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ആ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. പക്ഷേ ഇത് ഇരുന്ന് സെറ്റായിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ട്രൈ ചെയ്തതിനു ശേഷം മാത്രം മേടിക്കുക. ഈ ഒരു ക്യാരക്ടർ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ്. പക്ഷേ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലത്താഫയുടെ അമീർ അൽ ഊദ് ഇൻറ്റൻസ് ഊദ്. 5th പ്ലേസിൽ വരുന്നത് ഒരു ഫൺ പെർഫ്യൂമാണ് ഖൈദ് അൽ ഫുർസാൻ. നിങ്ങളൊരു 1500 രൂപയുടെ ബോട്ടിൽ എവിടെയും മാഗ്നറ്റിക് ക്യാപ്പ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അത് ഇതിലുണ്ട്. നിങ്ങൾ ഡിയോറിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ക്യാപ്പാണ്. അത്ര തന്നെ വെയിറ്റ് ഒന്നും ഇല്ല. എന്നാലും മാഗ്നറ്റിക് ക്യാപ്പ് ഒരു നൈസ് ടച്ചായിരുന്നു. പൈനാപ്പിളിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, വെറും പൈനാപ്പിൾ അല്ല, നല്ല റിയലിസ്റ്റിക് പൈനാപ്പിൾ ജ്യൂസിൻ്റെയൊക്കെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള നല്ലൊരു പെർഫ്യൂമാണ് ഖൈദ് അൽ ഫുർസാൻ. ഇത് സ്പ്രേ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് പോലെ ഇരിക്കുന്ന സ്മെല്ല് കിട്ടും. അത് ഇത്തിരിയുടെ സമയം കഴിയുമ്പോൾ ഇതൊന്ന് അവിടെ എവിടെയൊക്കെ ആയിട്ട് എനിക്ക് ബക്കറ റൂസിലൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു ഒരു കോട്ടൺ ക്യാൻഡി അല്ല, ഒരു ഷുഗറി സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അത് അവിടെ എവിടെയൊക്കെ ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നതായി നല്ല ഫണ്ണായിട്ടുള്ളൊരു പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഡേ ടൈം ഇത്തിരിയുടെ യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ പെർഫ്യൂം പ്രിഫർ ചെയ്യുന്നത്, കോളേജിൽ പോകുന്നവർ. പിന്നെ ഒരു 30 ഏജുള്ള ആൾക്കാർ ഓഫീസിലൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ്. ഹെവി പെർഫോമൻസ് ഒന്നുമില്ല. എന്നിരുന്നാലും എൻ്റെ ബോട്ടിൽ ഞാൻ ഇതൊന്നൊരു ഡീക്കൻഡ് നമ്മളെ ഫോളോവറും നല്ലൊരു ഫ്രണ്ടും ആയിട്ടുള്ള നവീൻ അയച്ചു കൊടുത്തിട്ടുണ്ടായി. പുള്ളി പറഞ്ഞ് ഇത് നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. പക്ഷേ പല പുതിയ ബാച്ചുകളിലും പല ബോട്ടിലുകളും 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് മാത്രം മേടിക്കാം. പക്ഷേ ഇരിക്കുന്നതനുസരിച്ച് ഇത് സെറ്റായി വരും. നല്ല രസമുള്ളൊരു പെർഫ്യൂമാണ്. ഡേ ടൈമിലേക്ക് യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ആയിരിക്കും.
ഇത് 1500 രൂപയുടെ താഴെ എങ്ങാണ്ടോ പ്രൈസും വരുന്നുള്ളൂ 100 ml. ഫോർത്ത് പ്ലേസിൽ വരുന്ന പെർഫ്യൂം ഒരു ഭാഗ്യവശാൽ അതിൻ്റെ ബോട്ടിൽ ഞാൻ കയ്യിലെടുത്തിട്ടില്ല. അതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. മാഹിർ ലെഗസി. ഇത് പാർഫംസ് ദ മാർലി സെഡ്ലിയുടെ ഒരു ക്ലോണാണ്. അത്യാവശ്യം ഒരു 80-85% ചിലപ്പോൾ അതിൻ്റെ മേലേക്ക് വരാം. അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ക്ലോണും കൂടെയാണ്. പക്ഷെ എന്നിരുന്നാലും പാർഫംസ് ദ മാർലി സെഡ്ലിക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. ഇത് അത്ര തന്നെ പെർഫോം ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് സ്കിന്നിലൊക്കെ ഒരു 3 മണിക്കൂറൊക്കെ ആയിരുന്നു ലാസ്റ്റ് ചെയ്തിരുന്നത്. എന്നാലും നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഷ് ബ്രൈറ്റ്, അതായത് ഒരു സിട്രസി, മിൻറ്റി, പിന്നെ ബേസിലൊരു ആംബ്രോക്സാനൊക്കെ വരുന്ന പെർഫ്യൂമാണ്. നല്ല രസമുള്ള സെൻറ്റ് തന്നെയാണ്. എല്ലാവരും എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സെൻറ്റ് പ്രൊഫൈലാണ്. ചെറുതായിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത ഉടനെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പ്രൈറ്റ് അല്ലെങ്കിൽ മൗണ്ടൻ ഡ്യൂ അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഒരു സെൻറ്റുള്ള പെർഫ്യൂം കൂടെയാണ്. ഒരു ഫിസി ക്യാരക്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. എന്നാലും നിങ്ങൾ ഇൻഡോർ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു 5-6 ഹവേഴ്സിൻ്റെ അടുത്തൊക്കെ ക്ലോസിലൊക്കെ ലാസ്റ്റ് ചെയ്യാം. നല്ലൊരു പെർഫ്യൂം കൂടെയാണ് മാഹിർ ലെഗസി. തേർഡ് പ്ലേസിൽ വരുന്നത് 2 പെർഫ്യൂംസാണ്. ഒന്ന് ഹയാത്തി, ഒന്ന് നജിദിയ. നജിദിയ എൻ്റെ ആദ്യത്തെ ലത്താഫ പെർഫ്യൂം ആയിരുന്നു. അത് ഞാൻ ഈ ഒരു 30 ml മേടിച്ച് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു 100 ml കൂടെ വാങ്ങി, അതും ഫിനിഷ് ആയിട്ടുണ്ട്. ഇതൊരു ഡംബ്രീച്ച്, ഇത് രണ്ടും ഒരു ഡംബ്രീച്ച് ഫ്രാഗ്രൻസ് ആണ്. നമ്മൾ എവിടെ വേണേലും എപ്പം വേണേലും എടുത്തടിക്കാൻ പറ്റുന്ന. ഇതിലൂടെ യങ് ആയിട്ടുള്ള ക്രൗഡായിരിക്കും ഒന്നുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഫ്രഷ് ഫ്രൂട്ടിയും ഒരു ബബിൾ ഗമ്മി അക്വാട്ടിക് DNA ഇൻവിക്ടസിൻ്റെ ക്ലോൺസ് ആണ് ഇത് രണ്ടും. അല്ലെങ്കിൽ റസാസി ഹവാസും ഒക്കെ ആയിട്ട് സിമിലാരിറ്റി ഉള്ള ആ ഒരു ടൈപ്പ് ഓഫ് സെൻ പ്രൊഫൈലാണ്. എന്നാലും അക്വാട്ടിക് ക്യാരക്ടർ കുറച്ചുകൂടെ ഒരു മെറൈൻ ക്യാരക്ടർ ഒന്നുമില്ല, അതൊക്കെ ലേശം കുറവാണ്. എന്നാലും മെയിൻലി ഒരു ഫ്രൂട്ടി സെൻ പ്രൊഫൈലുള്ള നല്ല രസമുള്ള പെർഫ്യൂംസ് ആണ്. ഡെയിലി വെയറിന് നല്ല സ്യൂട്ടഡ് ആണ്. നിങ്ങൾക്ക് കോളേജിൽ പോകുന്ന പിള്ളേർക്ക്, പിന്നെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞാൽ അണ്ടർ 30 ഉള്ള ആൾക്കാർക്ക് ഓഫീസിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂംസ് ആയിരിക്കും ഇത് രണ്ടും. പിന്നെ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഇല്ല, എന്നിരുന്നാലും കോംപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉള്ള 2 പെർഫ്യൂംസ് ആയിരിക്കും. കാരണം വേറെ ഇതേ സമയത്ത് കുറേ പേരൊക്കെ ചോദിച്ചൊരു പെർഫ്യൂം കൂടെ ആയിരുന്നു നജിദിയ. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്തതിനു ശേഷം മാത്രം മേടിക്കുക. നിങ്ങളുടെ നോസ് ഒത്തിരി കൂടെ മെച്ചുറായിട്ട്, നിങ്ങൾ കുറച്ചുകൂടെ ഒരു മെച്ചുറായിട്ടുള്ള സെൻറ്റുകളാണ് താല്പര്യമെങ്കിൽ, ഈ ഒരു ഇൻവിക്ടസ് പോലെ ഇരിക്കുന്ന സെൻറ്റുകളൊന്നും വലിയ ഇഷ്ടമല്ലെങ്കിൽ അതിനെക്കെട്ട് മേടിക്കാൻ നിൽക്കരുത്. രണ്ടും നിങ്ങൾ കോളേജിൽ പോകുന്നവർക്ക് എന്ത് തന്നാലും അത്യാവശ്യം ബ്ലൈൻഡ് ബൈ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന 2 പെർഫ്യൂംസാണ്. അപ്പോൾ പ്രൈസൊക്കെ വരുന്നത് 100 ml ഒരു 1300-1400 മാക്സിമം അത്രയൊക്കെ വരുന്നുള്ളൂ. കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസും നിങ്ങൾക്ക് കിട്ടും. ഏത് വെതറിലും എവിടെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒറ്റ പെർഫ്യൂമൊക്കെ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു DNA ആണ് ഈ ഒരു ഇൻവിക്ടസ് DNA. അപ്പോൾ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമൻസിൽ ഷെയർ ചെയ്യുക. പുതിയ ബോട്ടിൽസ് നിന്നും. സെക്കൻഡ് പ്ലേസിൽ വരുന്നത് ഇവരുടെ തന്നെ ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് ടഫ ഹംറ. ഇത് കിലിയൻസ് ഏഞ്ചൽ ഷെയർ എന്ന പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് ഒരു ട്വിസ്റ്റഡ് വേർഷനാണ്. ബോട്ടിലടക്കം അവന്മാർ അതുപോലെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ കണ്ണും കൂട്ടി വാങ്ങിക്കാൻ പറ്റുന്നൊരു പെർഫ്യൂം ആയിരിക്കും ഇത്. ഇതിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് കാണാം കളറ് ഇത്തിരി ലീക്കാവുകയൊക്കെ ചെയ്തപ്പോൾ, ഞാൻ ഡീക്കനൊക്കെ ചെയ്യുന്ന സമയത്ത് ലീക്കാവുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കളറ് പറ്റി പിടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല പോലെയുള്ള പെർഫോമൻസ് ഈ പെർഫ്യൂമിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. എനിക്ക് 8+ hours കൂളായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ പുതിയ ബോട്ടിൽസൊക്കെ ഒന്നുകൂടെ വീക്കായിരിക്കും. എന്നിരുന്നാലും ഇരുന്ന് സെറ്റായി വരും. ചിലപ്പോൾ ഇപ്പം മേടിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത വിൻ്റർ സമയം, അടുത്ത ഡിസംബറൊക്കെ ആകുമ്പോൾ ഒരു പവർ ഹൗസ് പെർഫ്യൂമായി വരാൻ ഇത് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സെൻസ്, ഡേറ്റ്സിൻ്റെയും വാനിലയുടെ ഒക്കെ സ്മെല്ല് നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് ലത്താഫയുടെ ഹംറ. ഓപ്പൺ ചെയ്യുമ്പോൾ ചെറുതായിട്ട് സിനമൻ്റെ ഒരു സ്പൈസിനെസ് ഒക്കെ ഉണ്ട്. ചിലരൊക്കെ ഇത് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു ആപ്പിൾ പൈയുടെ ഒക്കെ സ്മെല്ല് പോലെ ഇരിക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ട്രൈ ചെയ്യാം. ഒരു ഗുർമോണ്ട് ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതെന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കാണുമ്പോൾ ഒരു 1.5x കാണും. പഴയ റിവ്യൂ ആയതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. 1 വർഷം മുന്നേ ഞാൻ ചെയ്ത റിവ്യൂ ആണ്. എന്തായാലും നല്ലൊരു പെർഫ്യൂമാണ് ഹംറ. എന്താ പറയുക, ഒരു 1-to-1 ക്ലോണൊന്നും ആയിരിക്കില്ല. എന്നിരുന്നാലും എൻ്റെ ഫേവറേറ്റ് ലത്താഫുകളിലൊന്നുമാണ് ഹംറ. ഫസ്റ്റ് പ്ലേസിൽ വരുന്ന പെർഫ്യൂമാണ് അസദ്. ഇത് ഡിയോർ സവാജ് എലിക്സറിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനായിട്ട് ലത്താഫ് ഇറക്കിയതാണ്. നിങ്ങളിങ്ങനെ ഡയറക്റ്റായിട്ട് ഇതിലൂടെ സ്മെല്ല് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ചെറുതായിട്ടൊരു അരിഷ്ടത്തിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സ്മെല്ലായിട്ട് ഫീൽ ചെയ്യാം. കാരണം ഇതിൻ്റെ ടോപ്പ് നോട്ട്സിൽ നട്ട്മെഗ്, നമ്മുടെ ജാതിപത്രി, അതിൻ്റെയൊക്കെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു സ്പൈസി മോഡേൺ ബാർബർ ഷോപ്പ് ലൈക്ക് സെൻ്റാണ് വിത്ത് സം ആംബർ ആൻഡ് വനില ടു ദ ബേസ്. നിങ്ങളൊരു മെച്ചുറായിട്ടുള്ള ജെന്റിൽമാൻ ഈവനിങ്ങിൽ, നൈറ്റിൽ, ഇൻഡോർസ് ഒക്കെ വെയർ ചെയ്യാൻ പോകുന്ന ഒരു പെർഫ്യൂമായിട്ട് ഇതിനെ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റും. നിങ്ങൾ തന്നെ ത്രൂ ആൻഡ് ത്രൂ ഒരു സ്പൈസി പെർഫ്യൂമായിട്ട് കാണുന്നതിലും തെറ്റൊന്നുമില്ല. കാരണം നമ്മളൊരു തറിമരുന്ന് കച്ചവടം ചെയ്യുന്ന കടയിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. ബേസിലോട് ഇത്തിരി വാനില, ആംബറിൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സെൻ പ്രൊഫൈൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ ഇത് മേടിക്കാവൂ. ഇത് നമ്മൾ ഷർട്ടിലൊക്കെ അടിച്ച് ഷർട്ട് IMLൊക്കെ ഇട്ട് അടുത്ത ദിവസമൊക്കെ എടുത്ത് നോക്കുമ്പോൾ മണപ്പിച്ച് നോക്കുമ്പോൾ നല്ല രസമാണ് ഇത് സ്മെല്ല് ചെയ്യാൻ. അപ്പോൾ ഇതിന് 1800 ഞാൻ ആദ്യത്തെ ബോട്ടിൽ വാങ്ങിച്ചത് 1800 ഫസ്റ്റ് ഹൈപ്പ് വന്ന ഉടനെ തന്നെ ഞാൻ വാങ്ങിച്ചു. പക്ഷേ 1800 രൂപ ചിലവായി. പക്ഷേ പിന്നെ ഒരു ഫ്രണ്ട് വഴി UAE നിന്ന് കൊണ്ടുവന്നപ്പോൾ 1000 രൂപയുടെ അടുത്ത് ഈ ഒരു ബോട്ടിലിന് വന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കുക. കാരണം ഇന്ത്യയിൽ പ്രൈസ് ഒന്നുകൂടെ ഒരു ഹയർ സൈഡിലാണ്. പെർഫോമൻസിലോട്ട് വരുമ്പോൾ എബോ ആവറേജ് ആണ്. ആദ്യത്തെ 2 അവർ വരെ കുഴപ്പമില്ലാത്തൊരു പ്രൊജക്ഷൻ ഈ പെർഫ്യൂം തരുന്നുണ്ട്. പിന്നെ 6+ ഹവേഴ്സൊക്കെ ക്ലോത്ത്സിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഔട്ട്ഡോർസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സ്പൈസിനെസ് ഒന്നുമല്ല. നിങ്ങൾ ഹംറയൊക്കെ ആണെങ്കിൽ നല്ല വെയിലുള്ള സമയത്തേക്ക് പുറത്തടിച്ചു പോയി നിങ്ങൾ നന്നായി വേർക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി വലിയ രസമുള്ളൊരു സെൻ്റ് ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറൊന്നും ഈ പെർഫ്യൂമിലില്ല. എന്നിരുന്നാലും ഇൻഡോർസ് പിന്നെ ഈവനിങ് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയാണ് എൻ്റെ ലത്താഫ കളക്ഷനിലിരിക്കുന്നത്. മേസൺ അൽ ഹംറ എന്ന് ഞാൻ റിവ്യൂ ചെയ്ത ഒരു ബിറ്റർ ബ്രൈറ്റ് പീച്ച് പിന്നെ ടൊബാക്കോ ടച്ച് എന്ന 2 പെർഫ്യൂംസ് ഉണ്ട്. അതിനെന്തായാലും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു ലത്താഫ ലേബലിൽ വരുന്ന പെർഫ്യൂംസ് മാത്രമാണ് ട്രൈ ചെയ്തത്. സോ എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലത്താഫയുടെ വേറെ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ലത്താഫ പെർഫ്യൂംസ് വാങ്ങിക്കുന്ന ഏകദേശം നിർത്തി വെച്ചതാണ്. കാരണം കുറേ എണ്ണം 12 എണ്ണം 14 എണ്ണം അവരുടെ തന്നെ ആയതുകൊണ്ട് വേറെയുള്ള ബ്രാൻഡുകൾ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള ഇതിൽ നിൽക്കായതുകൊണ്ട് അവരുടെ പുതിയ നല്ല കുറച്ച് റിലീസുകളുണ്ട്. തെറിയാക്ക് ഇൻറ്റൻസ് പിന്നെ അതുപോലെ തന്നെ വിൻറ്റേജ് റേഡിയോ എന്ന പെർഫ്യൂംസ് ഒക്കെ നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഇതിൽ നിർത്തുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസിൽ ഷെയർ ചെയ്യുക. ഏതെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ലത്താഫ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെയും കൂടെ കമൻസിൽ അറിയിക്കുക. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.